ഡ്രീം വർക്സിന്റെ പ്രൊഡക്ഷനിൽ 2005 പുറത്തിറങ്ങിയ അമേരിക്കൻ ആനിമേറ്റഡ് അഡ്വഞ്ചർ കോമഡി സിനിമയാണ് മഡഗാസ്കർ. ന്യൂയോർക്കിലെ ഒരു സൂയിലെ മൃഗങ്ങളായ അലക്സ് എന്ന സിംഹവും മാർട്ടി എന്ന സീബ്രയും ഗ്ലോറിയ എന്ന ഹിപ്പോയും മാൽമാൻ എന്ന ജിറാഫും സന്തോഷമായി ആ സൂയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപൂർവ സാഹചര്യത്തിൽ മഡഗാസ്കർ എന്ന ദ്വീപിലേക്ക് എത്തുന്നതും തുടർന്ന് നടക്കുന്ന കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ മാർട്ടി എന്ന സീബ്ര സന്തോഷത്തോടെ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പതുങ്ങിക്കൊണ്ട് അലക്സ് എന്ന സിംഹം അവന്റെ പുറകെ തന്നെ വരികയും സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിലേക്ക് ചാടുകയും ചെയ്യുന്നു. ഇതോടെ അവൻ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്വപ്നം കാണുമ്പോ എന്നെ ശല്യപ്പെടുത്തരുതെന്ന് എന്ന് മാർട്ടി പറഞ്ഞതും, എടാ ഹാപ്പി ബർത്ത്ഡേ, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ അലക്സും പറയുകയും അത് കേട്ടതോടെ മാർട്ടിക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അലക്സ് എനിക്ക് പല്ലുവേദന എടുക്കുന്നു എന്നൊക്കെ പറയുകയും നീ ഒന്ന് നോക്കിക്കാന്ന് പറഞ്ഞ് അവനെ കൊണ്ട് വായ നോക്കിക്കുമ്പോ ഉള്ളിലൊരു ഗ്ലാസ് കണ്ട് മാർട്ടി അത് വലിച്ചിങ്ങി ഊരുകയും ഇതെന്താടാ സാധനം എന്നൊക്കെ പറഞ്ഞതും നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റാടാ ഇത് എന്നൊക്കെ അലക്സും പറയുകയും മാർട്ടി ആകെ സർപ്രൈസ് ആവുകയും ചെയ്യുന്നു. ഇതോടെ അലക്സ് ആണെങ്കിൽ നിനക്ക് 10 വയസ്സായി എന്നൊക്കെ സന്തോഷത്തോടെ പറയുമ്പോ മാർട്ടിയുടെ മുഖം വാടുകയും അതുകൊണ്ട് അവൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചതും അവൻ ആ ഗിഫ്റ്റ് അവന്റെ സ്ഥലത്ത് വെക്കുകയും കാര്യം പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. എല്ലാ വർഷങ്ങളും വരുന്നുണ്ട് പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ ചെയ്യുന്നതോ എപ്പോഴും ഒരേ കാര്യം. അതുകൊണ്ട് എനിക്കിതൊക്കെ മടുപ്പാണ് എന്നൊക്കെ മാർട്ടി പറഞ്ഞതും സൂയിൽ ആൾക്കാർ വരാനുള്ള ബെല്ല് അടിക്കുകയും അതോടെ അത് കേട്ടതും അലക്സിന് ഒരുപാട് സന്തോഷം വന്നു. കാരണം അവനെ കാണാനാണ് സൂയിലേക്ക് എല്ലാരും വരുന്നത്. അങ്ങനെ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരെയൊക്കെ എഴുന്നേൽപ്പിക്കുകയും ചാടിപ്പോയി മാൽമാൻ എന്ന ജിറാഫിനെയും അവൻ പുറത്തേക്ക് വരുത്തിച്ചതും ജിറാഫ് സംസാരിക്കാൻ തുടങ്ങുന്നു. എടാ, ഇന്ന് ഞാനില്ല, കാരണം എനിക്കെന്തോ അസുഖമാണ്, എനിക്കെന്റെ ദേഹമൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ എന്താ അസുഖമെന്നൊന്നും എനിക്കറിയില്ല എന്ന് അവൻ പറഞ്ഞതും നിന്റെ തലയിലാണ് പ്രശ്നമെന്ന് അലക്സ് പറയുകയും കുട്ടികളൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവരും അലക്സിന്റെ എൻട്രിക്ക് കാത്തു നിന്നതും അവൻ അവരുടെ മുന്നിൽ പോയി ഓരോ പോസൊക്കെ ചെയ്യുകയും എല്ലാവരും അവന്റെ ഫോട്ടോയൊക്കെ എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ മാർട്ടിയും വിട്ടുകൊടുക്കാതെ വെള്ളം കൊണ്ടൊക്കെ ഓരോ അഭ്യാസങ്ങളൊക്കെ കാണിക്കുകയും കുട്ടികൾക്ക് അത് വലിയ ഇഷ്ടമാവുകയും ചെയ്യുന്നു. അലക്സ് ആണെങ്കിൽ എല്ലാ ജനങ്ങളെയും അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കുറച്ചുപേർ ഗ്ലോറിയ എന്ന ഹിപ്പോയുടെ നീന്തലൊക്കെ കാണുകയും ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എന്നാൽ ജിറാഫിന്റെ ആണെങ്കിൽ അവന്റെ തലയിലെ സാധനം എടുക്കുന്ന ഫോട്ടോയാണ് എല്ലാവർക്കും കിട്ടുന്നത്. പിന്നെ ആളുകൾ കൂടിയിരിക്കുന്നത് പെൻഗിനുകളെ കാണാൻ വേണ്ടിയാണ്. അവരാണെങ്കിൽ ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ അടിയിലൂടെ തുറന്ന് അന്റാർട്ടിക്കയിലേക്ക് പോവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവരുടെ കിപ്പർ എന്ന ക്യാപ്റ്റൻ പെൻഗിൻ കോവാസ്കിയോട് എത്ര തുറന്നു എന്നൊക്കെ ചോദിച്ചതും അവൻ ആ കാര്യം പറഞ്ഞു കൊടുക്കുകയും പക്ഷേ നമ്മുടെ കുഴിക്കുന്ന സ്പൂണ് പൊട്ടിപ്പോയെന്നും പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ ക്യാപ്റ്റൻ ആണെങ്കിൽ റിക്കോയെ സ്പൂൺ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയും കുട്ടിയുടെ ഒരു സ്പൂണ് തട്ടിയെടുക്കുകയും ചെയ്യുന്നു. ഈ സമയം മാർട്ടി ആണെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് വൃത്തികേടൊക്കെ കാണിച്ചു കൊടുക്കുകയും അവരും അതുപോലെ ചെയ്യുന്നത് കണ്ട് രക്ഷിതാക്കൾ അവരെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. അതോടെ അവൻ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ പെൻഗിൻസ് തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുകയും മാർട്ടിയെ കണ്ടതും ഇതെവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചതും ഇത് ന്യൂയോർക്കിലെ സൂ എന്നൊക്കെ മാർട്ടി പറഞ്ഞു കൊടുക്കുകയും നമ്മളിപ്പോഴും ഇവിടെ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ മാർട്ടി അവരെ വിളിക്കുകയും നിങ്ങൾ എന്തായി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട ഉടനെയാണെങ്കിൽ കൂട്ടത്തിലെ മണ്ടനായ പെൻഗിൻ ഞങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞതും ക്യാപ്റ്റൻ അവനെ ഇട്ട് തല്ലുകയും ഒരു സീക്രട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിയെ അടുത്തോട്ട് വിളിക്കുകയും കാര്യം പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. നീ ഇതുവരെ ഞങ്ങളെ കൂടാതെ വേറെ പെൻഗിൻസിനെ നീ ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം നമ്മളുടെ സ്ഥലം ഇതല്ല, ഞങ്ങൾ ശരിക്കും അന്റാർട്ടിക്കയിലാണ് വേണ്ടതെന്നൊക്കെ പറയുകയും നീ ശരിക്കും കാട്ടിലാണ് വേണ്ടതെന്ന് പറഞ്ഞ് അവിടെ നിന്നും പൊക്കളയുന്നു. ഇതോടെ അവന് അതൊക്കെ കേട്ട് അത്ഭുതമാകുന്നു. ഈ സമയം അലക്സിന്റെ ഓരോ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞതും ആളുകൾ അവന് നേർക്ക് പൂക്കളും പല കാര്യങ്ങളും എറിഞ്ഞു കൊടുക്കുകയും എല്ലാവർക്കും പോകാനുള്ള ബെല്ലടിച്ചതും എല്ലാവരും അവിടെ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതോടെ അവിടെയുള്ള ജോലിക്കാര് അവർക്ക് വേണ്ട ഭക്ഷണവും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരികയും അവരെ രാജാക്കന്മാരെ പോലെ പരിപാലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രിയായതും മാൽമാൻ എന്ന ജിറാഫ് മാർട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി ഒരു തെർമോമീറ്റർ കൊടുക്കുകയും അവനത് ഇഷ്ടപ്പെട്ട് വായലോട്ട് വെക്കുകയും ചെയ്യുന്നു. അതോടെ മാൽമാൻ ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ ടെസ്റ്റ് ചെയ്ത തെർമോമീറ്റർ ആണെന്ന് പറഞ്ഞതും മാർട്ടി അത് തുപ്പിക്കളയുകയും അവന് ഓക്കാനം വരികയും ചെയ്യുന്നു. ഈ സമയം അവരാണെങ്കിൽ ഒരു കേക്കൊക്കെ സെറ്റാക്കി ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടുകയും മാർട്ടി അത് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യുന്നു. ഇതോടെ അലക്സ് ആണെങ്കിൽ നിന്റെ ആഗ്രഹം എന്താ എന്നൊക്കെ ചോദിച്ചതും അത് ഞാൻ ഇവിടെ പറയില്ല എന്ന് പറഞ്ഞതും അവരവനെ പറയാൻ വേണ്ടി നിർബന്ധിക്കുകയും ഗ്ലോറിയയൊക്കെ ഒന്ന് പറയടാ എന്ന് പറഞ്ഞതും എന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് എനിക്ക് കാട്ടിലേക്ക് പോകണമെന്ന് പറയുകയും അത് കേട്ടതും അലക്സും മാൽമാനും ഗ്ലോറിയൊക്കെ ഞെട്ടിപ്പോവുകയും അലക്സ് ആണെങ്കിൽ വീണെടുത്തുനിന്ന് എഴുന്നേൽക്കുകയും നീ എന്ത് തേങ്ങയാടായി പറയുന്നത് എന്നൊക്കെ ചോദിച്ചതും എടാ പെൻഗിൻസ് പോകുന്നുണ്ടല്ലോ, അപ്പോ എനിക്കും പോയിക്കൂടെ എന്ന് മാർട്ടി പറഞ്ഞതും എടാ പെൻഗിൻസിനൊന്നും ബുദ്ധിയില്ല എന്ന് അലക്സ് പറയുകയും ഇത് കേട്ട മാർട്ടി ആണെങ്കിൽ എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കാട്ടിൽ എന്ത് രസമായിരിക്കും എന്നൊക്കെ പറയുമ്പോ എടാ അതൊന്നും നടക്കാത്ത കാര്യമാണ്, കാരണം നമ്മൾ
ട്രെയിനിലൊക്കെ കയറി വേണം കാട്ടിലേക്ക് പോകാനെന്നൊക്കെ പറഞ്ഞതും ഒരാൾക്ക് ട്രെയിനിൽ കയറി പോകാൻ പറ്റുമെന്നൊക്കെ മാർട്ടി ചോദിക്കുകയും ഇത് കേട്ട് അലക്സ് ആണെങ്കിൽ എടാ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കിട്ടുന്നുണ്ട്, കാട്ടിലേക്ക് പോയാൽ അതൊന്നും കിട്ടില്ലെന്ന് പറയുകയും അത് കേട്ട് മാർട്ടി ആണെങ്കിൽ നിങ്ങൾക്കൊന്നും ഈ സൂവിന് പുറത്തുള്ള ഒരു കാര്യവും അറിയില്ല എന്നൊക്കെ പറയുകയും ബർത്ത്ഡേ പാർട്ടി തന്നതിന് താങ്ക്സും പറഞ്ഞുകൊണ്ട് അവൻ മാറി നിൽക്കുകയാണ്. അതോടെ അത് കണ്ട ഗ്ലോറിയ ആണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് നീ അവനോട് സംസാരിച്ച് എല്ലാം ഒന്ന് സോൾവ് ആക്കി എടുക്കാൻ പറയുകയും ഉറങ്ങാനായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അലക്സ് ആണെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് ഓരോന്നൊക്കെ സംസാരിക്കുകയും നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടോ, അതൊന്നും കാട്ടിൽ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും അത് നക്ഷത്രമൊന്നുമല്ല ഹെലികോപ്റ്റർ ആണ് എന്ന് മാർട്ടി പറയുകയും കൂടുതൽ സംസാരിക്കാനായി അവന്റെ അടുത്തോട്ട് വരുന്നു. എടാ എനിക്ക് 10 വയസ്സായി, എന്റെ പാതി ജീവിതവും ഇവിടെ ഈ സൂയിൽ കഴിഞ്ഞു, എന്നെ പോലത്തെ കറുപ്പും വെളുപ്പുമുള്ള വേറൊരു മൃഗത്തിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ മാർട്ടി പറഞ്ഞതും അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അലക്സ് ഓരോ പാട്ടൊക്കെ പാടുകയും അവര് രണ്ടുപേരും ചേർന്ന് ഒച്ചയൊക്കെ വെക്കുമ്പോ സൂവിലുള്ള മറ്റു മൃഗങ്ങൾക്കൊക്കെ ഇടങ്ങേറാവുകയും ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പറയുകയും ചെയ്യുന്നു. അതോടെ അവർ പരസ്പരം ഗുഡ് നൈറ്റ് ഒക്കെ പറയുകയും അലക്സ് ചെന്ന് കിടന്നുറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മാർട്ടിക്കാണെങ്കിൽ ഉറക്കം വരാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞതും അലക്സ് ഓരോ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ മേൽമാൻ അവനെ വന്ന് വിളിക്കുകയും അവൻ എണീറ്റതും മേൽമാൻ കാര്യം പറയുന്നു. എടാ നിനക്കറിയില്ലേ ഞാൻ 2 മണിക്കൂർ കഴിയുമ്പോ മൂത്രമൊഴിക്കാൻ എണീക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ ആ സമയം മാർട്ടി അവിടെ ചെന്ന് നോക്കിയിട്ട് അവനെ അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്ത് മാർട്ടി പോയോ എന്ന് ചോദിച്ചതും അവന് കുഴിയിലൂടെയാണ് പോയതെന്നൊക്കെ മേൽമാൻ പറഞ്ഞുകൊണ്ട് പെൻഗ്വിൻസ് ഉണ്ടാക്കിയ കുഴിയിൽ നോക്കി അവനെ വിളിക്കുകയാണ്. എന്നാൽ ഗ്ലോറിയ വന്ന് അവന് അതിലൂടെ ഒന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതും നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ അലക്സും പറയുകയും മേൽമാൻ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിച്ചാലോ എന്നൊക്കെ ചോദിച്ചതും അലക്സ് പെട്ടെന്ന് ഓടിച്ചെന്ന് അവിടെയുള്ള എമർജൻസിയിലേക്ക് വിളിക്കുകയും ന്യൂയോർക്കിലെ സൂയിലെ ഒരു മൃഗത്തെ കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുകയും എന്നാൽ മനുഷ്യർക്ക് അതൊക്കെ സിംഹത്തിന്റെ ഗർജനമായി കേൾക്കുകയും ചെയ്യുന്നു. ഇതോടെ അലക്സ് ആണെങ്കിൽ ഇവരെയൊന്നും വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയും ഫോൺ അടിച്ച് പൊളിക്കുകയും ചെയ്യുന്നു. ശേഷം അലക്സ് മാർട്ടിയെ പറ്റി ഓർക്കുകയും അവനിപ്പോൾ പുറത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. എന്നാൽ മാർട്ടി ആണെങ്കിൽ സന്തോഷത്തോടെ ടൗണിലൂടെ നടക്കുകയാണ്. ഈ സമയം അലക്സും കൂട്ടരുമാണെങ്കിൽ സൂ ഒക്കെ പൊളിച്ച് പുറത്തേക്ക് വരികയും അവനെ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവര് മതില് പൊളിച്ചത് കണ്ട് സൂയിലുള്ള 2 കുരങ്ങന്മാരുകൂടെ പുറത്തോട്ട് പൊക്കളയുന്നു. അങ്ങനെ അല്പസമയത്തിന് ശേഷം അലക്സും കൂട്ടരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും ഇതിലൂടെയാണോ നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അലക്സ് മെൽമനോട് ചോദിച്ചതും അതേന്ന് പറയുകയും അതോടെ ട്രെയിനിന്റെ സൗണ്ട് കേട്ട് അവർ നോക്കുമ്പോൾ പുറകിൽ നിന്ന് സൗണ്ട് കേട്ട് പേടിച്ച് മാറുകയും കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ട്രെയിൻ നിർത്തിയതും അവര് ട്രെയിനിലേക്ക് കയറുമ്പോൾ ജനങ്ങളൊക്കെ പേടിച്ച് ഓടിക്കളയുന്നു. ഈ സമയം മാർട്ടി ആണെങ്കിൽ ഒരു പോലീസുകാരന്റെ കുതിരയോട് വഴിയൊക്കെ ചോദിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ പോലീസുകാരനാണെങ്കിൽ ഒരു സീബ്രയെ ടൗണിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറയുകയും മയക്കുവെടി വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചതും വേണ്ട എന്നും പറയുന്നു. ഇതിനിടെ അലക്സും കൂട്ടരും ട്രെയിനിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ അടുത്ത് തന്നെ ഒരു മനുഷ്യൻ പേപ്പറൊക്കെ മറച്ചുകൊണ്ട് പേടിച്ച് ഇരിക്കുകയാണ്. എന്നാൽ അലക്സ് ആണെങ്കിൽ അവരോട് ഹലോ പറഞ്ഞതും അവർക്ക് കേൾക്കുന്നത് സിംഹത്തിന്റെ ഗർജനമായിട്ടാണ്. അങ്ങനെ മാർട്ടി ആണെങ്കിൽ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് അലക്സും കൂട്ടനും ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയിരിക്കുന്നത്. മേൽമാൻ ആണെങ്കിൽ കഷ്ടപ്പെട്ടൊക്കെ ട്രെയിനിൽ നിന്നും ഇറങ്ങുകയും തലകുടുങ്ങി തെറിച്ചൊക്കെ പോകുമ്പോൾ അടുത്തുള്ള കണ്ണ് കാണാത്ത ആളുടെ ഡ്രംസ് ഒക്കെ ചവിട്ടി പൊളിക്കുകയും അതൊക്കെ നാശമാവുകയും ചെയ്യുന്നു. സ്റ്റേഷനിലുള്ള മറ്റ് ജനങ്ങളാണെങ്കിൽ സിംഹത്തിനെയൊക്കെ കണ്ട് ഓടിക്കളയുകയും ഈ സമയം അലക്സ് ആണെങ്കിൽ നിങ്ങൾ എന്തിനാ ഓടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുകയും ഇതിനിടെ ഒരു മുത്തശ്ശി അവനെ കണ്ടതും അവനെ ഇടിച്ചു കളയുകയും പെപ്പർ സ്പ്രേ ഒക്കെ എടുത്ത് അടിച്ച് വിടുകയും ചെയ്യുന്നു. ഇതോടെ അവനാണെങ്കിൽ നിങ്ങൾ ഇതിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയം മാർട്ടി ആണെങ്കിൽ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അലക്സ് വന്ന് അവനെ ചാടി പിടിക്കുകയും ഇത് കണ്ട ഗ്ലോറിയും മെൽമാനൊക്കെ കിട്ടിയെന്നും പറഞ്ഞ് ആവേശത്തോടെ ഓടുകയും മെൽമാൻ ആണെങ്കിൽ കാലിൽ പെട്ടിയൊക്കെ കുരുങ്ങി അവിടെ ക്ലോക്കിലൊക്കെ തലയടിച്ച് വീഴുകയും ക്ലോക്കൊക്കെ പറിച്ചെടുക്കുകയും ചെയ്യുന്നു. മാർട്ടി ആണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചതും നീ എന്തുവാടെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അലക്സ് അവനോട് ചൂടാവുകയും നീ എന്തിനാ സൂ വിട്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ നാട്ടിലെ മുഴുവൻ പോലീസും അങ്ങോട്ടേക്ക് എത്തുകയും അവരെ വളയുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അവിടേക്ക് എത്തിയ പെൻഗ്വിൻസും പെട്ടുപോവുകയും ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കുരങ്ങന്മാരെയും പോലീസ് വളയുന്നു. അവരാണെങ്കിൽ ഇത്രയും മനുഷ്യന്മാരെ ഒരുമിച്ച് കണ്ടതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. എന്നാൽ മാർട്ടി അവരോട് സംസാരിക്കാൻ ശ്രമിച്ചതും നീയൊന്നും സംസാരിക്കേണ്ട, ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് അലക്സ് അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്തൊക്കെയുണ്ട്, എന്തിനാ ഇത്രയും ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചതും അനിമൽ കൺട്രോളറിനെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ഇത് കണ്ട അലക്സ് ആണെങ്കിൽ അയാളോടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളൊക്കെ സിംഹം ഗർജിക്കുന്നതായി കേട്ട് വല്ലാതെ പേടിക്കുകയും മയക്കുവെടി വെക്കുകയും ചെയ്യുന്നു. അതോടെ അവനാകെ ക്ഷീണമാവുകയും ബോധം പോവുകയും ചെയ്യുന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും അവന് ബോധം വന്നതും വീണ്ടും അവനെ മയക്കുവെടി വെക്കുകയും രണ്ടാമതും അവന്റെ ബോധം പോയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം അലക്സിന് ബോധം വന്നതും അവനെപ്പോൾ ഒരു ബോക്സിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലാവുകയും അവനാകെ ഒറ്റപ്പെട്ടതുപോലെയൊക്കെ തോന്നുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അടുത്തുള്ള ബോക്സിൽ നിന്നും മാർട്ടി വിളിക്കുകയും താഴെ നിന്നും ഗ്ലോറിയും വിളിക്കുകയും
സൈഡിൽ നിന്നും മെൽമാനും വിളിക്കുന്നു. ഇതോടെ മെൽമാൻ ആണെങ്കിൽ എന്നെ MRI സ്കാൻ ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചതും ഇത് അതൊന്നും അല്ലടാ, നമ്മളെ സൂയിൽ നിന്നും മറ്റെങ്ങോട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അലക്സ് പറഞ്ഞതും മെൽമനാകെ ഞെട്ടുകയും ഓരോന്നൊക്കെ പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതോടെ അലക്സും മാർട്ടിയും തമ്മിലാണെങ്കിൽ നീ കാരണമാണ് ഞങ്ങളും സൂയിൽ നിന്ന് പുറത്തായത് എന്നൊക്കെ പറഞ്ഞ് വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെയാണെങ്കിൽ ഒരു കപ്പൽ എങ്ങോട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ കപ്പലിൽ തന്നെയുള്ള പെൻഗിൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പരസ്പരം പറയുകയും അടുത്തുള്ള കുരങ്ങന്മാരോട് ഈ ബോക്സിന്റെ മേലെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചതും ആഫ്രിക്ക ആണെന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുകയും അവരാണെങ്കിൽ നമുക്ക് അന്റാർട്ടിക്കയിലാണ് പോവേണ്ടതെന്നൊക്കെ പറഞ്ഞ് സ്കിപ്പർ റീക്കോയോട് ലോക്ക് പൊളിക്കാൻ പറയുകയും അവൻ ലോക്ക് പൊളിക്കുകയും ചെയ്തു. അതോടെ പെൻഗിൻസ് ആണെങ്കിൽ ഒളിച്ചൊളിച്ച് കപ്പലിന്റെ ഡ്രൈവിംഗ് ക്യാബിനിലേക്ക് എത്തുകയും ഡ്രൈവറെ അടിച്ച് ഉറക്കി കളയുന്നു. ബോക്സിലുള്ള മാർട്ടിയും അലക്സും ആണെങ്കിൽ നീ എന്റെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അലക്സ് പെട്ടിക്കിട്ടിടിക്കുകയും മാർട്ടിയും വിട്ടുകൊടുക്കാതെ തിരിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. മേൽമാനും ഗ്ലോറിയൊക്കെ ആണെങ്കിൽ ഇത് നിർത്താൻ പറയുന്നുണ്ടെങ്കിലും അവര് വീണ്ടും വീണ്ടും ഇടിക്കുകയും പെട്ടി കൂട്ടിക്കെട്ടിയ ബെൽറ്റ് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇതിനിടെ കിപ്പറാണെങ്കിൽ അന്റാർട്ടിക്കയിലേക്ക് പോകാനുള്ള ദിശയൊക്കെ അവരോട് കണ്ടുപിടിക്കാൻ പറയുകയും അതോടെ അവർ കണ്ടുപിടിച്ചതും ഒറ്റ തിരിക്കല് തിരിക്കുകയും കപ്പല് വളഞ്ഞൊക്കെ തിരിയാൻ തുടങ്ങുകയും ബെൽറ്റ് പൊട്ടിയ അലക്സിന്റെയും കൂട്ടരുടെയും പെട്ടിയൊക്കെ കപ്പലിന്റെ സൈഡിലേക്ക് പോവുകയും ഹിപ്പോയുടെ പെട്ടിയുടെ തട്ടുന്നതോടെ അവർ കടലിലേക്ക് വീണിരിക്കുകയാണ്. അലക്സ് ആണെങ്കിൽ പെട്ടിയുടെ ഹോൾസിലൂടെ നോക്കിയതും കൂട്ടുകാരുടെ പെട്ടിയുടെ കടലിൽ ഒഴുകുന്നത് കാണുകയും അവൻ മാർട്ടി എന്നൊക്കെ വിളിച്ച് അവൻ ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ അവർ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞതും പെട്ടെന്ന് പെട്ടി മറിഞ്ഞു അലക്സ് കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കുമ്പോ ഇരുണ്ട കാടിന്റെ അടുത്ത് എത്തിയത് കണ്ട് അവനാകെ പേടിക്കുകയും മാർട്ടിയെയും മെൽമനെയും ഗ്ലോറിയൊക്കെ അവൻ ഉറക്കനെ വിളിക്കുകയും ആരും അവിടെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അലക്സ് ആണെങ്കിൽ അവരെ അന്വേഷിച്ച് തളർന്നിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നെന്തോ സൗണ്ട് കേട്ട് നോക്കിയതും അത് മെൽമൻ ആണെന്ന് അവന് തോന്നുകയും മെൽമന്റെ അടുത്തേക്ക് ഓടി എത്തുകയും ചെയ്യുന്നു. എന്നിട്ട് അവനെ ആണെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുടുങ്ങിയത് കൊണ്ട് അതിന് കഴിയുന്നില്ല. അതോടെ അലക്സ് ആണെങ്കിൽ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് തെങ്ങിന്റെ കഷ്ണം എടുക്കുകയും കുറച്ച് ദൂരെ നിന്ന് ഓടി വന്ന് അവനെ കുത്തിയിറക്കാനുള്ള പ്ലാൻ ആണെന്ന് കണ്ട് മെൽമനാകെ പേടിക്കുകയും അവൻ വരുന്നത് കണ്ട് അലറിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്ലോറിയയുടെ പെട്ടി കൂടെ അവിടേക്ക് ഒഴുകിയെത്തുകയും അത് കണ്ട് അലക്സ് അവൾക്ക് നേരെ പോവുകയും അനക്കമൊന്നുമില്ലാത്തത് കണ്ട് ചെവി വെച്ചതും ഗ്ലോറിയ ചാവിട്ടി അങ്ങ് അത് തുറക്കുകയും അലക്സ് പറന്നു വന്ന് മേൽമാന്റെ പെട്ടി കൂടെ അങ്ങ് തകർത്ത് കളയുന്നു. അതോടെ എല്ലാവരും ഇപ്പോൾ പെട്ടിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ തമ്മിൽ കണ്ട സന്തോഷം പങ്കിടുമ്പോൾ മാർട്ടി സ്റ്റൈലിഷ് ആയിക്കൊണ്ട് ഡോൾഫിന്റെ മേലെ ഇരുന്ന് വരികയും വന്ന് കരയിലേക്ക് ഇറങ്ങുകയും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഡോൾഫിനുകളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അലക്സ് ആണെങ്കിൽ മാർട്ടി എന്ന് വിളിച്ച് അവന്റെ അടുത്തോട്ട് ഓടി വരുന്നത് കണ്ട് മാർട്ടിയും അലക്സ് എന്ന് വിളിച്ച് ഓടുകയും അങ്ങനെ രണ്ടുപേരും ഓടി അടുത്തെത്താൻ പോയതും അലക്സ് ദേഷ്യപ്പെട്ടാണ് വരുന്നതെന്ന് കണ്ട് മാർട്ടി തിരിഞ്ഞോടുകയും അലക്സ് ആണെങ്കിൽ പുറകെ തന്നെ അവനെ തല്ലാൻ വേണ്ടി ഓടുന്നത് കണ്ട് മേൽമാനും ഗ്ലോറിയൊക്കെ അവരെ ചേർത്ത് പിടിക്കുകയും നമ്മള് 4 പേരും ഒരുമിച്ച് ഇവിടെ എത്തിയില്ലേ അതുപോലെ എന്നൊക്കെ ഗ്ലോറിയ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മേൽമാൻ ആണെങ്കിൽ സത്യത്തിൽ നമ്മൾ എവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞതും 4 പേരും അതോർത്ത് പേടിച്ചു പോകുന്നു. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കിയതും വലിയ കാട് കണ്ട് മേൽമാൻ ആണെങ്കിൽ ഇത് സാന്റിയാഗോ എന്ന് പറയുന്ന സ്ഥലമാണെന്നൊക്കെ പറയുകയും ഇതൊരു ആർട്ടിഫിഷ്യൽ സൂ ആണെന്നൊക്കെ അവൻ ചുമ്മാ അടിച്ച് വിട്ടോണ്ടിരിക്കുമ്പോ സാന്റിയാഗോയോ ഇതെന്ത് സ്ഥലമാണെന്നൊക്കെ അലക്സ് പറയുകയും മാർട്ടി ആണെങ്കിൽ ഈ സ്ഥലം അടിപൊളി എന്നൊക്കെ പറയുന്നത് കേട്ട് അലക്സ് വീണ്ടും അവന്റെ പുറകെ തന്നെ ഓടുകയും അവനെ തല്ലാൻ നോക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗ്ലോറിയ ആണെങ്കിൽ അതൊക്കെ തടയുകയും നീയൊന്ന് അടങ്ങി നിൽക്ക്, നമുക്ക് ഇവിടെ ജനങ്ങളുണ്ടോന്ന് നോക്കാം, അങ്ങനെ അവരെ കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കാണാമെന്നൊക്കെ പറഞ്ഞതും മാർട്ടി നമ്മളുടെ ലൈഫൊക്കെ പോകിയെന്ന് പറയുകയും അവിടെ നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവര് എന്തോ സൗണ്ട് കേൾക്കുകയും മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അലക്സ് ഓടുന്നതിനിടെ മൂക്കൊക്കെ അടിച്ച് വീഴുകയും വീണ്ടും എണീറ്റോടുമ്പോ മുള്ളൊക്കെ ചവിട്ടി പോവുകയും കഷ്ടിച്ച് ഓടി പോവുകയാണ്. അങ്ങനെ അവർ ഒരു ഇലയുടെ അടുത്തെത്തിയതും കുറച്ച് മനുഷ്യന്മാര് ഡാൻസ് കളിക്കുന്നത് പോലെ കണ്ട് ഇല മാറ്റി നോക്കുമ്പോ അതും എന്തോ തരം മൃഗങ്ങളാണെന്നൊക്കെ അവർ പറയുകയും അവിടെ ഒളിച്ചു നിന്നുകൊണ്ട് അവരുടെ പാട്ടും ഡാൻസും ഒക്കെ കാണുകയും ചെയ്യുന്നു. അതോടെ അവരിൽ ഒരാൾ പാട്ടൊക്കെ പാടുകയും അവിടെ വലിയ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ആണെങ്കിൽ ഇത് സൂ ആണോ എന്നൊക്കെ ചോദിച്ചതും ഇത് എന്ത് തന്നെ ആയാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ മാർട്ടി പറയുകയും അവൻ ആ പാർട്ടി എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ ഇതിനിടെ ഗ്ലോറി ആണെങ്കിൽ അലക്സ് എവിടെ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുകയും ഇല അടിച്ചു കളയുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ പാർട്ടി നിൽക്കുകയും ഏതോ മൃഗം അവരെ ആക്രമിക്കാമെന്നു എന്നൊക്കെ ഒരാൾ വിളിച്ചു പറയുകയും എല്ലാവരും ആ ധൃതിയിൽ ഓടി ഒളിച്ചു കളയുന്നു. അതോടെ ഒരു ചെറിയ കുഞ്ഞു മാത്രം ആ മൃഗത്തിന്റെ ഇടയിൽ വെട്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ അതിനെ കഴിക്കാൻ വേണ്ടി റെഡിയായതും അലക്സ് അങ്ങോട്ടേക്ക് വരികയും ഇല തുറന്ന് നോക്കുകയും
പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവനാണെങ്കിൽ അവരെ കണ്ടതും ഞങ്ങൾ ഈ ദ്വീപിലേക്ക് വന്ന് പെട്ടുപോയതാണെന്നൊക്കെ പറയുകയും ഇവിടെ മനുഷ്യന്മാര് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് പിടിച്ചു വെച്ച കുഞ്ഞ് ഓടി അങ്ങ് രക്ഷപ്പെട്ട് കളയുന്നു. അങ്ങനെ അലക്സ് ആണെങ്കിൽ വീണ്ടും ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ പുറകിൽ ഇപ്പോൾ ഒരു എട്ടുകാലി നടന്ന് കയറിയത് കണ്ട് മാർട്ടിയൊക്കെ പേടിച്ചു പോവുകയും ഈ സമയം അലക്സ് അവന്റെ തോളിൽ എട്ടുകാലി ഇരിക്കുന്നത് കണ്ട് ആകെ പേടിക്കുകയും അലറുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പാർട്ടുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ എൻ.